പാലക്കാട് ഇക്കുറി ഇടതുപക്ഷത്തിന് വേണ്ടി LDFന് വേണ്ടി ഇറങ്ങുന്നത് മുഖമുറകൾ ഒട്ടും ആവശ്യമില്ലാത്ത മുതിർന്ന നേതാവ് തന്നെയാണ്. ഇടതുകോട്ടയായ പാലക്കാട് മണ്ഡലത്തിൽ അട്ടിമറി വിജയത്തിലൂടെ മണ്ഡലം തിരികെ പിടിക്കുമെന്ന വലിയ ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. അദ്ദേഹത്തിന്റെ പ്രചാരണ രംഗത്ത് വലിയ ആവേശമാണിപ്പോൾ കാണാൻ കഴിയുന്നത്. പാലക്കാട് നിന്നും സ്ഥാനാർത്ഥിക്കൊപ്പം ഇർഫാൻ ചേരുന്നുണ്ട്. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി സഖാവ് A. വിജയരാഘവനൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ തന്നെ ചോദിക്കാം. വലിയ ആവേശമാണ് അങ്ങ് പ്രതികരിച്ച മണ്ഡലത്തിലെ വോട്ടർമാർ അങ്ങ് നൽകുന്നത്. വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. ഒരു എഡ്ജ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലേ പ്രചരണത്തിൽ? തീർച്ചയായിട്ടും നമുക്ക് പാലക്കാട്ടെ ജനങ്ങൾ വളരെ നല്ല രീതിയിൽ സർവാത്മന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധിയെഴുതും എന്നതിൻ്റെ നല്ല ഒരു പ്രതിഫലനമാണ്. അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള സ്വീകരണങ്ങളാണ്, നല്ല സ്വീകാര്യതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDFന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജാതിമത ഭേദമന്യേ വർഗീയതയ്ക്കെതിരായി കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ തൊഴിലാളിദ്രോഹ നയങ്ങൾക്കെതിരായി വലിയൊരു സ്വീകാര്യത നമുക്ക് ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടിന് വലിയ സ്വീകാര്യത ജനങ്ങൾക്കിടയിലുണ്ട്. നാട്ടിൽ സമാധാനം പുലരണം, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം വളരാൻ പാടില്ല. അതോടൊപ്പം സാധാരണക്കാരൻ്റെ വിഷയങ്ങളും പാർലമെൻറ്റിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇവിടെ സമ്പന്നാനുകൂലമായ സാമ്പത്തിക നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ നിലപാടിൻ്റെ കൂടെയല്ല ജനങ്ങൾ എന്നിവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേളയിൽ നമ്മൾ കൂടുതൽ ബോധ്യപ്പെടുന്ന അനുഭവങ്ങളാണ് ഉള്ളത്. ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ഇന്ത്യൻ രാഷ്ട്രീയ ഘടനയിൽ വർദ്ധിക്കേണ്ടതുണ്ട് എന്നുകൂടി ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതാണ് പ്രചരണ വേളയിൽ ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളിൽ നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളിൽ തന്നെ അതിസാധാരണക്കാരായ മനുഷ്യർ അത്യാവേശപൂർവ്വമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ ആവേശം തന്നെയാണ് സഖാവ് A. വിജയരാഘവൻ ഈ ഒരു സമയത്ത് പ്രകടിപ്പിക്കുന്നത്. വലിയ ഒരു സ്വീകാര്യത അതിന് പാലക്കാട്ടെ സാധാരണക്കാരായ ജനങ്ങൾ, അടിസ്ഥാനവർഗക്കാരായ ജനങ്ങൾ നൽകുന്നുണ്ട് എന്ന് തന്നെയാണ്. ഏതായാലും കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിലെ പോലെ തന്നെ വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് പാലക്കാടിൻ്റെ ഇടത് കോട്ടയായ ഈ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലക്ഷ്യമിടുന്നത്. ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം ഇർഫാൻ ഇബ്രാഹിം സേഠ്, കൈരളി ന്യൂസ്, പാലക്കാട്.